നമസ്കാരം. ലോകം ഒളിമ്പിക്സിന്റെ ലഹരിയിൽ ലോക ജനത ആഹ്ലാദിക്കുമ്പോൾ പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ കായിക പ്രേമികൾക്ക് എന്നും തീരാ നമ്പരം നൽകുകയാണ് തിരുവല്ലയിലെ സ്റ്റേഡിയവും നാടിന്റെ യശസ് ലോകത്തോളം ഉയർത്തിയിട്ടുള്ള ഒളിമ്പ്യൻ പാപ്പന്റെ സ്മാരകമെന്ന സ്വപ്നവും. തിരുവല്ല മാർക്കറ്റിനോട് ചേർന്ന ഓടുമേഞ്ഞ വീട്ടിൽ 1920 ജനിച്ച TM വർഗീസ് എന്ന വ്യക്തി. തേന്മാടത്തിൽ മാത്യു വർഗീസ് എന്ന തിരുവല്ല പാപ്പൻ ഫുട്ബോളിൽ നിറസാന്നിധ്യമായിരുന്നു. 1948 മുതൽ തിരുവല്ല പോലീസ് ടീം, ട്രാവൻകൂർ ടീം തുടങ്ങിയിട്ടുള്ള നിരവധി ടീമുകൾക്കായി കാൽപന്ത് മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങി ജേഴ്സി അണിഞ്ഞ് കപ്പുകൾ നേടിയെടുത്ത വ്യക്തിയാണ്. ഒപ്പം തന്നെ ദേശീയ ഒളിമ്പിക്സിൽ പേരെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1997 ജനുവരി 10 മുംബൈയിൽ നിര്യാതനായ വ്യക്തി. എന്നാൽ തിരുവല്ല പാപ്പാന്റെ പാദങ്ങൾ പതിഞ്ഞ സ്റ്റേഡിയവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ദേശമായ തിരുവല്ലയുടെ നഗരമധ്യത്തിൽ ഒരു സ്മാരകം പണിയാൻ വേണ്ടി നഗരസഭ തയ്യാറായാൽ സ്പോർട്സ് കൗൺസിലിന്റെയും മറ്റു ജനപ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നതാണ് പഴയ ഫുട്ബോൾ ഗോൾ കീപ്പറും ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ റൊണാൾഡോ വർഗീസ് പറഞ്ഞത്. തിരുവല്ലയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തിരുവല്ല പാപ്പൻ എന്ന് പറയുന്ന തേന്മടത്തിൽ TM വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രചോദനം തിരുവല്ലയുടെ കായിക രംഗത്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ കേരളത്തിൻ്റെ മലയാളി മണ്ണിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഫുട്ബോൾ ഒളിമ്പ്യനാണ് എത്രയും ആദരണീയനായിരുന്ന തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്ന തേന്മടത്തിൽ TM വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഒരു പാവന സ്മരണ തിരുവല്ലയ്ക്കും കേരള സമൂഹത്തിനും നൽകുക എന്ന് ഇന്ന് തിരുവല്ലയുടെ ഒരു കടമയാണ്. ഈ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ ഈ പുരോഗമനം വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാളുപരി ഇവിടെ ഒരു ഒളിമ്പിക്സ് നടക്കുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമയം തുടങ്ങി തിരുവല്ല പാപ്പന് ഒരു സ്മാരകം ഉണ്ടാവണമെന്നുള്ള മുറവിളി തിരുവല്ലയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അവിടെയും മുനിസിപ്പാലിറ്റി അതിൻ്റെ സ്ഥലം കണ്ടെത്തി തന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല. ഒരു 10 ലക്ഷമോ 15 ലക്ഷം രൂപയുടെ ചിലവേ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവല്ല പാപ്പൻ എന്ന് പറയുന്ന ആൾ ലണ്ടൻ ഒളിമ്പിക്സിൽ, അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഴയ വാർത്തകൾ എടുത്ത് നോക്കുന്നുണ്ട്. ചോര ഒലിപ്പിക്കുന്ന മൂക്കുമായിട്ട് ആ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി പ്രതിരോധ നിരയിൽ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ആളാണ്. തിരുവല്ലയുടെ ഒരു അഭിമാനമാണ്. മുംബൈ ടാറ്റാസിൽ ദീർഘനാളുണ്ടായിരുന്നു. അപ്പോൾ തിരുവല്ലയുടെ സ്വന്തം മണ്ണിൽ, അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ണിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമയാണ്, തിരുവല്ലയുടെ ഒരു കടമയാണ്. അവിടെയും മുനിസിപ്പാലിറ്റി ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. തിരുവല്ല നഗരസഭയിൽ ഈ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. നഗരസഭ അവരുടെ കാലാവധി തീരുന്നതിന് മുമ്പ് അതിലേക്ക് മുമ്പോട്ട് വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് തിരുവല്ലയിലെ ഫുട്ബോളും കേരള ഫുട്ബോളും തിരുവല്ലയിലെ കായിക പ്രേമികളും. തിരുവല്ല സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയും ഒപ്പം തന്നെ ഒളിമ്പ്യൻ പാപ്പാന്റെ സ്മാരക നിർമ്മാണം പ്രാവർത്തികമാക്കിയാൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കായിക താരങ്ങൾക്ക് പോലും ഇവിടേക്ക് വേഗത്തിലെത്താൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പുകൾ, താമസ സൗകര്യം, അതുപോലെ യാത്രാ സൗകര്യവും തിരുവല്ല സ്റ്റേഡിയത്തിനുണ്ട്. ഒളിമ്പിക്സിൽ ഒന്ന് പോയി കാണുക, അതുകൊണ്ട് ഒരു ഭാഗമാക്കുക എന്നുള്ള പറഞ്ഞ ജീവിതത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാനിപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ട്രഷററാണ്. അപ്പോൾ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അംഗമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫുട്ബോളിനെ പ്രതിനിധീകരിച്ച് പോകുവാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒരുക്കി തന്നു. അതിൽ കേരള ഫുട്ബോൾ അസോസിയേഷന് ഒട്ടേറെ കടപ്പാടും നന്ദിയുമുണ്ട്. ആ രീതിയിൽ കേരള ഫുട്ബോളിൻ്റെ പ്രതിനിധിയായിട്ട്, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഒളിമ്പിക്സിൽ നാളെ പോവുകയാണ്. 3-ാം തീയതി ഇവിടെ നിന്ന് പോയി 4-ാം തീയതി അവിടുത്തെ ഫുട്ബോൾ മത്സരങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കണ്ട് അതിനെ ഒന്ന് വിലയിരുത്തി അതിൻ്റെ സംഘാടക ലെവലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ KFAക്ക് ഒന്ന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവപരിചയം പിന്നെ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ വികസനത്തിന് ഏറെ പ്രയോജനപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 18 സ്റ്റേഡിയങ്ങളോളം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയങ്ങളോളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കായികാധ്യാപകൻ എന്നുള്ള നിലയിലും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പരിചയസമ്പന്നതയും വെച്ച് കഴിഞ്ഞാൽ തിരുവല്ല സ്റ്റേഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും കാര്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുവാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞങ്ങളുടെയൊക്കെ ഒരു കായികപ്രേമികളുടെ ഒരു സ്വപ്നമാണ് തിരുവല്ല സ്റ്റേഡിയം വരിക എന്നുള്ളത്. തിരുവല്ല പാപ്പൻ ഞാൻ പറയുന്നത് ശരിയല്ല, പാപ്പച്ചായന്
ഒരു സ്മാരകം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അത് രണ്ടും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തിരുവല്ലയിൽ നിന്ന് ഒട്ടേറെ ഫുട്ബോൾ താരങ്ങൾ വന്നിട്ടുണ്ട്. തിരുവല്ല എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മുമ്പോട്ട് പോകും. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, സന്തോഷ് ട്രോഫി കേരളം ആദ്യമായിട്ട് വിൻ ചെയ്യുന്ന 1973 അന്ന് കേരള ടീമിൻ്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയൊരു കാവൽക്കാരനായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് പറയുന്നത് ജോൺ ജെ മാത്യു എന്ന് പറയുന്നത്. അപ്പം ജോണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട കളിക്കാരനായിരുന്നു. കൊച്ചി പെന്മാപ്പിള എന്ന് പറയുന്ന ഒരു കളിക്കാരൻ തിരുവല്ലയുടെ കായിക വികസന രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബോംബെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഒരു 7-8 തവണ കളിച്ചിരുന്ന ബാലൻ എന്ന് പറഞ്ഞ ആൾ, തോമസ് വർഗീസ്. അപ്പം അദ്ദേഹം മരണപ്പെട്ടു. ഈ 3 പേരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്. അവരുടെ സംഭാവന, അതായത് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും സന്തോഷ് ട്രോഫി റെപ്രസെൻ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ജോബി ജോസഫ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ 2 വർഷം സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിൻ്റെ പ്ലെയറായിരുന്നു. KT ചാക്കോ തിരുവല്ലക്കാരനാണ്, ഓതറയാണ്. അതുപോലെ അലക്സ് എബ്രഹാം. ഇവർ KT ചാക്കോ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചു. അതുപോലെ തന്നെ കേരളം സന്തോഷ് ട്രോഫി വിൻ ചെയ്ത പല വർഷങ്ങളിലുണ്ടായിരുന്നു. അലക്സ് എബ്രഹാം ഉണ്ടായിരുന്നു. പുറമറ്റത്തു നിന്നുള്ളൊരു തമ്പി എന്ന് പറയുന്ന ആൾ. പുതിയ തലമുറയിലുള്ള എത്ര കായിക താരങ്ങളുണ്ട്? പുതിയ തലമുറയിലുള്ളതിൽ നമുക്ക് ജോബി ജോസഫാണ് ഏറ്റവും അവസാനം സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ ഒരു സന്തു ഉണ്ടായിരുന്നു, ടൈറ്റാനിയത്തിന് കളിച്ചിരുന്നത്. പിന്നെ അതുപോലെ ലിബൂസി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ടായിരുന്നു, FC കേരളയ്ക്കും അതുപോലെ തന്നെ വാസ്കോ ഗോവയ്ക്കും ഒക്കെ കളിച്ചിരുന്ന ഒരു കളിക്കാരന്. ഒട്ടേറെ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് താരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇത് കായിക പ്രേമികളെ ഇവിടേക്ക് ആകർഷിക്കാൻ വഴിയൊരുക്കും എന്നിരിക്കെയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും തിരുവല്ല പാപ്പൻ സ്മാരക നിർമ്മാണത്തിലുമൊക്കെ മെല്ലെപ്പോക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നതാണ് കായിക പ്രേമികളുടെ പരാതി.